ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് കുറച്ച് ദിവസമായിട്ട് ഞാൻ വീഡിയോ ഇടുന്നില്ല, കാരണം തിരക്കായിരുന്നു, പരീക്ഷയും സ്കൂളും എല്ലാം കൂടെ ആയിട്ട്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു എടുക്കാമെന്ന്. അപ്പം ഒരു റിക്വസ്റ്റ് ഉള്ളൊരു വീഡിയോ ഇത് എൻ്റെ ഇയറിംഗ് കളക്ഷൻസ് കാണിക്കാവുന്നു. അപ്പോൾ ഇത് കുറേ പണ്ടൊട്ടുള്ള കുറേ കമ്മലുണ്ട്. ഞാൻ അങ്ങനെ കുറേ ഒന്നും കളയത്തില്ല, പിന്നെ കളയുന്നത് ഈ ഒരെണ്ണം ഉണ്ട് ഒരെണ്ണില്ല ആ ഒരു അവസ്ഥ വരുമ്പോഴേ. അപ്പം ഇതുണ്ട്, പിന്നെ അവിടെ കുറച്ചുണ്ട്. അപ്പോൾ എല്ലാം ഞാൻ കാണിച്ചു തരാം ഓരോന്നോരോന്നായിട്ട്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. അപ്പം ഈ ഓരോ സൈഡിൽ നിന്ന് തുടങ്ങട്ടെ. ഇതിൻ്റെ ഒരു ബട്ടർഫ്ലൈ കാണുന്നില്ല. ഇത് ബാലഹനുമാൻ സമയത്തുള്ള ഇതിൻ്റെ കളറൊക്കെ പോയി, പക്ഷെ ഞാൻ കളയത്തില്ല, കാരണം എനിക്ക് ഇതിരുന്ന ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു കമ്മല്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ അത് അധികം ഇടത്തില്ല. ഇത് യൂറോപ്പിൽ പോയ സമയമുള്ളതല്ലേ? 6 വയസ്സിൽ. 6 വയസ്സ്. എനിക്കിപ്പോൾ വയസ്സ് 16ആയി. ഇത്ര വർഷം പഴക്കമുണ്ട്. കാണാനുണ്ട്, അതിൻ്റെ സ്റ്റോണൊക്കെ പോയി. ഇതും ഉണ്ട്, ഒരു വൈറ്റും ഉണ്ടായിരുന്നു. വൈറ്റ് അത് പോയി. റെഡ് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്, പക്ഷെ ഞാൻ ഇത് ഇടത്തില്ല, കാരണം ഇടാൻ വേണ്ടിയുള്ള ഇതില്ല. പിന്നെ ഒരു മെമ്മറിക്കായിട്ട് അത് എടുത്ത് വെച്ചിരിക്കുന്നതേ ഉള്ളൂ. പിന്നെ സ്റ്റഡ്, ഇതൊന്നും ഞാൻ എപ്പോഴും ഇടുന്ന ഈ ഒരു കുഞ്ഞ് ജിംക്കയായി. അപ്പം ഞാൻ പോയി മുടി കെട്ടി വെച്ചു, കാരണം അയച്ചിട്ടിട്ട് വലിയ സുഖമില്ലെന്ന് അമ്മ പറഞ്ഞു. അപ്പോൾ ഞാൻ പോയി കൊണ്ടുകെട്ടി വെച്ചു. മാറ്റിയിരിക്കും. അപ്പോൾ നമ്മളെവിടെ എത്തിയായിരുന്നു? സ്റ്റഡ്. ഈ സ്റ്റഡുണ്ട്, പിന്നെ പേരുണ്ട്, ഞാൻ ഒരെണ്ണം എടുത്ത് കളിക്കാം. പിന്നെ ഒരു നീലയുണ്ട്, പിന്നെ ഒരു സാധാ ഒരു വൈറ്റ് ഉണ്ട്. ഇതിൻ്റെ അണിയില്ല. അണിയിൽ നമ്മൾ മാറ്റി തിരിച്ചൊക്കെ ഇടും. എന്തായാലും എല്ലാം ഒരുമിച്ചൊക്കെ ഇടും. പേരായിട്ട് കാണിക്കേ? പേരായിട്ടുണ്ട്, കൈ സ്ഥലമില്ല. ഇയറിംഗ് കളക്ഷൻസിന്റെ വീഡിയോ അല്ലേ ഇത്? ഇത് ബർത്ത്ഡേക്ക് കിട്ടിയതാണ്. ഈ ബർത്ത്ഡേക്ക് കിട്ടിയതാണ്. ഇത് കുറേ വർഷമായി. ഇത് കട്ടുറുമ്പിലുള്ള സമയം, ആ സമയത്തുള്ളതാണ്. പിന്നെ ഒരു വൈറ്റ് ഉണ്ട്, അതിൻ്റെ ഫ്രണ്ട് തന്നെ. ഇത് ഏതിൻ്റെ ആയിരുന്നു? ഇത് ഒരു കൊളാബിൻ്റെ ആമസോണിൽ നിന്ന് ഒരു സാരിയും പിന്നെ ഇതിൻ്റെ ഒരു മാലയും ഉണ്ട് കേട്ടോ. അപ്പം ആ ഒരു സെറ്റായിട്ട് വാങ്ങിച്ചപ്പോൾ അതിൻ്റെ കൂടെ കിട്ടിയ ഒരു കമ്മല. ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യും. വാങ്ങിച്ചതല്ലോ? വാങ്ങിച്ചല്ല, കൊളാബ് കിട്ടിയതാ. നമുക്ക് സെലക്ട് ചെയ്യായിരുന്നു ഏത് വേണമെന്ന്. അപ്പം അങ്ങനെ ഞങ്ങൾ വാങ്ങിച്ച കേട്ടോ. പിന്നെ എനിക്ക് കുറേ ജിംക്കയുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ജിംക്കയൊക്കെ. കണ്ടോ? ഇതൊരു പച്ച. ഇത് കുറേ ഇത് ഞാൻ ആദ്യമായിട്ട് എൻ്റെ മാമൻ്റെ കല്യാണത്തിന് ഹാഫ് സാരി കൊടുക്കുന്നത്. അപ്പം അതിൻ്റെ കൂടെ ഇട്ട കമ്മല ഇത്. മാമൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് കൊച്ചിന് 5 വയസ്സ്. അപ്പം കുറേ നാളായി. അപ്പോഴും ഞാൻ കുഞ്ഞാ. ഇതെന്ന് പറഞ്ഞാൽ ഒരു വലിയ കഥയാണ്. ഇത് എൻ്റെ ഒരു ചേട്ടൻ്റെ കല്യാണത്തിന്, ക്രിസ്ത്യൻ കല്യാണം. അപ്പം നമ്മുടെ മാമനാണ്, നമ്മൾ ചേട്ടാന്നാണ് വിളിക്കുന്നത്. അപ്പം വിളിച്ച് പറയൽ ചടങ്ങുണ്ടല്ലോ പള്ളിയിൽ. അപ്പം അതിന് വേണ്ടിയിട്ട് എന്തോ കല്യാണത്തിന് കമ്മലെടുക്കാൻ പോയപ്പം അമ്മയും ചേട്ടൻ്റെ അനിയത്തിയും എല്ലാവരും കൂടെ പോയി. അപ്പം അമ്മ കടയിൽ നിന്ന് ഇറങ്ങിയപ്പം അമ്മയുടെ കൂടെ ഇങ്ങങ്ങ് വന്ന്. അമ്മ അത് വീട്ടിൽ എത്തിയപ്പോഴാണ് കാണുന്നത് ഈ കമ്മൽ അമ്മയുടെ ഷോളിൻ്റെ അറ്റത്ത് തൂങ്ങിടക്കുന്നത്. നമ്മുടെ കൂടെ ഇങ്ങ് വന്നു. ഭയങ്കര ഇഷ്ടമായിരുന്നു എന്ന് തോന്നി ഞങ്ങൾ. ഞാൻ ഈ ഇടയ്ക്ക് ഇത് റീൽസിൽ ഇട്ടായിരുന്നു. നല്ല കമ്മല്, അടിയിൽ ഇങ്ങനെ മൾട്ടി കളറൊക്കെ വന്നു. അങ്ങനെ എല്ലാം വെറൈറ്റി കഥയൊക്കെ ഉണ്ട് ചിലതിനൊക്കെ. ഇത് കട്ടുറുമ്പിൻ്റെ സമയത്ത് കേട്ടോ. ഇതും അത്യാവശ്യം നല്ല പഴക്കമുണ്ട്. ഞാൻ ഇതിലൊന്നും റീൽസിലൊന്നും കൂടെ ഇടത്തുള്ളൂ വല്ലപ്പോഴും. ഇപ്പൊ ജീൻസ് കുറവ്. ഇവരെന്നെ നാടൻ പെൺകുട്ടിയാക്കുന്നത് എനിക്കറിയാൻ വയ്യ. എനിക്ക് കൊറേ പട്ടുപാവാട്, എനിക്ക് ജീൻസ് ഒക്കെ വാങ്ങിച്ചു തരാൻ പറഞ്ഞാൽ ചേരത്തില്ല. എന്റെ കോൺഫിഡൻസ് കളയുന്നു. ചേരത്തില്ല, നിനക്ക് ചേരത്തില്ല. ബോഡിയുടെ സ്ട്രെച്ചർ നീ നോക്കണം, എന്നിട്ട് വേണം ഡ്രസ് ഇടാൻ. ഇപ്പൊ എല്ലാ പിള്ളേരും എന്റെ ട്രെൻഡിനായിട്ട് ഞാൻ ഇപ്പോഴും മറ്റേ പട്ടുപാവാടയും ഹാഫ് സാരിയും ഒക്കെ കൊടുത്ത് ഇത്ര നാളായി. ഞാൻ എന്നോട് പറയുന്നുണ്ട്, പക്ഷെ ഇടിക്കത്തില്ല. ഇട്ടിറങ്ങി അപ്പൊ മാറ്റി കുളത്തില് മാറ്റി. എന്നിട്ട് ഞാൻ പോയി വല്ല ടോപ്പും സാധാ പാൻറ്റും എടുത്തിടും. ഇതും ഉണ്ട്, ഇന്നെ റെഡും ഉണ്ട്. ഇത് എപ്പോ വാങ്ങിയാന്ന് എനിക്ക് ഒരു ബർത്ത്ഡേ 8-9 വയസ്സിന്റെ ബർത്ത്ഡേക്ക്. അല്ലല്ലോ ബാലഹനുമാൻ. 9 വയസ്സിന്റെ ബർത്ത്ഡേ. ഇത് റെഡും ഉണ്ട്, എല്ലാം ഉണ്ട്. ഇതും ഞാൻ അത് ഇടത്തില്ല. ഇത് ഞാൻ പക്ഷെ ബാലഹനുമാൻ ഇട്ടായിരുന്നു. പിന്നെ ഇത് ഭയങ്കര കുഞ്ഞൊരു ജിംക്ക. ഇത് അതിൻ്റെ അറ്റത്ത് കുറേ ബീഡ്സ് മാത്രം എറിച്ച് കാണാം. ഇതും ഞാൻ അധികമൊന്നും ഇടത്തില്ല, ചില സമയം ഇടത്തുള്ളൂ ഞാൻ. പിന്നെ ഈ കമ്മൽ ഞാൻ ഇടാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഇട്ട് കഴിഞ്ഞാൽ ഇതിങ്ങനെ തിരിഞ്ഞേ കിടക്കത്തുള്ളൂ. എല്ലാ ഷൂട്ടിൻ്റെ ബാലഹനുമാനെ അടിച്ചത്.
ഇതും ബാലാൻമാനില് എല്ലാം കുറെ, കാരണം നമ്മൾ തന്നെ കൊണ്ടുപോകുന്നത്, ഓർണമെന്റ്സ് ആണെങ്കിലും ഡ്രസ് ആണെങ്കിലും. അപ്പം ആ സമയം കുറെ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് കിടക്കത്തില്ലേ കമ്മല്, തിരിഞ്ഞ് ഇങ്ങനെ കിടക്കത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇതിടത്തില്ല, എനിക്കിഷ്ടമല്ല. പിന്നെ ഇത്രയും വലിയ ജിമുക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതിലും വലുത് എന്റെ കാതി കിടക്കുന്നത്. അതെനിക്ക് ഞങ്ങളുടെ അരങ്ങേറ്റത്തിന് പ്രാക്ടീസ് അത് വേറെ. നിങ്ങൾ അവരെ വിളിച്ച് ചോദിച്ചു. ഓ ഞങ്ങളുടെ അത് നിങ്ങൾ ഇട്ട ഏതാ? ഞങ്ങൾ ഇട്ടത് വേറെ, പക്ഷെ ഇതാണ് ഞങ്ങൾ മേടിച്ചാണ് തിരുവനന്തപുരത്ത് എല്ലാവർക്കും 4 പേർക്കും ഒരേപോലെ. പക്ഷെ ഇട്ടില്ല ഞങ്ങള്. ഞാൻ നിന്നെ പറഞ്ഞ നിന്റെ ഇങ്ങനെ എടുത്ത് വെക്കല്ലേ കൊണ്ടോടാ ഇവിടെ. അപ്പൊ നീയും പറയരുത്. എന്താ ചെയ്യാന്? ഇത് ബർത്ത്ഡേക്ക് കിട്ടിയത്, എനിക്ക് ഈ വർഷത്തെ ബർത്ത്ഡേക്ക് കിട്ടിയതാ. മാലയുണ്ട്, മാല നീ എടുത്തില്ല. ഞാൻ കമ്മല് കാണിക്കുന്നുണ്ട്, കമ്മല് മാത്രം എടുത്ത. ഉത്തര ചേച്ചിയാണ്. പിന്നെ ഇതും എന്റെ ഏതോ ഒരു ഫ്രണ്ട് തന്നതാ, കറക്റ്റ് ഓർമ്മയില്ല. ലോങ് ആണല്ലേ അത്? ഞാൻ പക്ഷെ ഇട്ടിട്ടില്ല. ഇടാ ഇത്ര ലോങ് ഇടാറില്ല. എനിക്ക് ചേരത്തില്ല ചിലതൊന്നും. പക്ഷെ ഒന്നും ഞാൻ കളയത്തില്ല കേട്ടോ. ഞാൻ എല്ലാം എനിക്കിങ്ങനെ ഫ്രണ്ട്സും എനിക്ക് ഇഷ്ടമുള്ളവരൊക്കെ തരുന്നത് എത്ര ഏത് കോലം എത്തിയാലും ഞാനിങ്ങനെ വെച്ചുകൊണ്ടേ ഇരിക്കും. ഇത് നമ്മൾ ജയ്പൂര് പോയപ്പോ അവിടെ 3 കമ്മലെടുത്ത 100 rupees അല്ലേ? ബാന്ദ്രയുടെ ഷൂട്ടിന് പോയപ്പം ഷൂട്ടിന്റെ ലൊക്കേഷനിൽ അവരിങ്ങനെ കമ്മൽ ഇയറിങ്സ് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാനും അമ്മയും പോയി ഇതും എടുത്തു. വേറൊരു ബുദ്ധന്റെ ഉണ്ട്, പിന്നെ വേറെ ഒന്നും കൂടെ ഉണ്ട്. അതെ, ആനയല്ല, വേറെന്തായിരുന്നു? ബുദ്ധനും പാരീസും വേറെന്തോ കൂടെ ഉണ്ടായിരുന്നു, ഓർമ്മയില്ല. അതാർക്കോ കൊടുത്തു നമ്മള്. ഈ ആന തന്നെ ആദരിക്ക് കൊടുത്തു. പോയിട്ട് എന്തേലും പോയിട്ട് വരുമ്പം എവിടെയൊക്കെ ദൂരെ ഒരുപാട് സ്ഥലത്ത് പോകുമ്പോ ഞാൻ വരുമ്പോ എന്തേലും ആദരിച്ചിട്ട് വാങ്ങി. അയ്യോ, ഇത് കുറെ വർഷം പഴക്കമുണ്ട്. പക്ഷെ അമ്മ ഇത് എപ്പോഴും ഇടും. അമ്മ ഡ്രസ്സിന്റെ കൂടെയൊക്കെ ഇടുന്നതാണ്. പക്ഷെ നല്ല കമ്മലാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിനക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും നീ പറഞ്ഞായിരുന്നു ഇതിനകത്ത്? ഇല്ല, പറയാലോ. ഇരിക്കുന്നില്ല ഇതെനിക്കിഷ്ടമല്ല. ഇതെനിക്കിഷ്ടമല്ല. ബാലന്മാരി ആ ബർത്ത്ഡേ ഷൂട്ടിനിട്ട്. പിന്നെ ഇതെവിടെ പോയപ്പോ വാങ്ങിച്ചാന്ന് കറക്റ്റ് ആയിട്ട് ഓർമ്മയില്ല. പക്ഷെ കുറെ വർഷമായി. അതിന്റെ കുറെ കളർ ചേഞ്ചസ് ഉണ്ടായിരുന്നു. 2 എണ്ണേ ഉള്ളൂ. ബാക്കിയൊക്കെ എവിടെ? 2 എണ്ണേ ഉള്ളൂ. എന്റെ അമ്മ, ഈ അമ്മയുണ്ടല്ലോ വേറെ ഉണ്ടാകും. അത് എവിടെയെങ്കിലും കൊണ്ട് എറിഞ്ഞിട്ടേക്കുമായിരിക്കും. ചുമ്മാ ഇത് 2 എണ്ണേ ഉള്ളു. എന്റെ വീഡിയോസിൽ നോക്കിയാൽ കാണാം. ഇത് 2 എണ്ണേ ഉള്ളൂ. പിന്നെ കുറെ കാണുന്നില്ല ഇയറിങ്സ് കേട്ടോ. ഇയറിംഗ് കളക്ഷൻ കാണിക്കാൻ വേണ്ടി കമ്മൽ അവർക്ക് കാണണമേ. കണ്ടില്ലേ? ഇത് എന്റെ ഫേവറേറ്റാ. എനിക്ക് ഇഷ്ടമെന്നല്ല, ഫേവറേറ്റാ. ഇത് ഇട്ടാ എന്നെ കാണാൻ നല്ല ഭംഗിയാട്ടോ. ഇതിട്ട് നല്ല ഭംഗിയാ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ കമ്മല്. ഇതൊരു ഓറഞ്ച് ചുരിദാറിനോട് മിക്കവാറും ഇതാ ഇടുന്നത്. പിന്നെ മിക്കി മൗസിന്റെ ഇതും കൊറേ വർഷം കുഞ്ഞിലത്തെ 7-8 വയസ്സുള്ളപ്പോ ഒരു ഷൂട്ടിന് പോയപ്പോ അവിടുത്തെ ഒരു ആന്റി ഒരു ഹസ്ബൻഡ് ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നത് ഗിഫ്റ്റ് ആണ്. ഇതുണ്ട്. പിന്നെ ഒരു ഹലോ കിറ്റിയുടെ ഉണ്ട്. പിന്നെ മാലയുണ്ട്. മാല എവിടെയാണെന്ന് അറിയാൻ വയ്യ, അന്ന് ചോദിക്കരുത്. വേണ്ടേ? ഇത് മൂങ്ങ നമ്മൾ എവിടെ പോയി വാങ്ങിച്ച ഒന്നും ഓർമ്മയില്ല. ഇത് ചിറ്റയുടെ, എന്റെ ചിറ്റയുടെ റിസപ്ഷന് ഞാനാ ചിറ്റയായിരിക്കും. എന്താ ചെയ്യാനാറിയോ? ഞാൻ ഹെയർ സ്റ്റൈലൊക്കെ ചെയ്ത് ഞാൻ ഒരുക്കി കൊടുത്തത്. അപ്പൊ ഇതുകൊണ്ട് ഇതിന്റെ ഒരു മാലയുണ്ട്. അപ്പൊ അതെനിക്ക് തന്നു. ഇപ്പൊ ചിറ്റയുടെ കല്യാണം കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞ് ചിറ്റ പ്രഗ്നന്റ് ആണ്. 5-6 മാസമായി. പിന്നെ ഇത് എന്റെ അമ്മയുടെ ഫേവറേറ്റ് കമ്മല. കട്ടുറുമ്പുള്ള സമയം ഇപ്പോഴും ഇടും. പിങ്കിക്ക് 6 വയസ്സുള്ള സമയം. ഞങ്ങളൊന്നും കളയത്തില്ല. എച്ചി സ്വഭാവമല്ല, എച്ചി സ്വഭാവം എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഞങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ സൂക്ഷിക്കും. ഞങ്ങൾ ഭയങ്കര സൂക്ഷ്മയുള്ള ആൾക്കാരാ. ഒന്നും കളയത്തില്ല. പ്രത്യേകിച്ച് ആരെങ്കിലൊക്കെ തരുന്നതാണെങ്കിലേ. ഇതും നിനക്കൊരു ഇനാഗ്രേഷൻ പോയപ്പോ അവര് തന്നതാ. ഇതിന്റെ മാല
അത് ഞങ്ങൾ യൂറോപ്പിൽ പോയി വന്ന സമയം 6 വയസ്സ് ആ സമയത്ത് തന്നെയാണ്. അതിന്റെ മാലയാണ് ഞാൻ ഇപ്പോഴും ഈ വിഷുവിന്റെ ഷൂട്ടിന് ഇട്ടത്. കണ്ടോ? അത് 1 gram ഗോൾഡ് ആണ്. എന്താ കൊല്ലം സുപ്രീമിന്റെ. പിന്നെ ഈ ഒരു ജിമ്മ്, ഇത് ഞാൻ അത് ഇട്ട് കണ്ടിട്ടില്ല. ഇത് എനിക്ക് അത്ര വലിയ ഇതൊന്നും ഇല്ല, വളരെ ചെറുതല്ലേ. ഇത് തീർച്ചയൊക്കെ പോന്നു. പിടിച്ച് കാണിക്കട്ടെ, ക്ലിയർ ആവുന്നില്ല വീഡിയോ. ഇത് ഏതോ ഒരു ഷോപ്പറിന്റെ കൂടെ ഓർമ്മയില്ല. ഇതിന്റെ കാര്യം പിന്നെ പറയണോ ഈ കമ്മലിന്റെ കാര്യം? നാട്ടുകാർക്ക് ഫുൾ അറിയാം. എവിടെ പോയത് ഇതൊന്നാ കളറൊക്കെ ഷോർട്ട് ഫിലിമിന്റെ പ്രിവ്യൂ ഷോയ്ക്ക് പോയപ്പോഴും ഇതായിരുന്നു. ഇതിന്റെ കളറൊക്കെ പോയി. ഇനി വാങ്ങിക്കണം. ഇങ്ങനത്തെ മോഡൽ നോക്കിട്ട് കിട്ടുന്നില്ല. എനിക്ക് ഇങ്ങനത്തെ റിങ് വന്നിട്ട് അതിലിങ്ങനെ ഹാങ്ങിങ് വരുന്ന കമ്മലെല്ലാം ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് അത് 1 2 അങ്ങോട്ടേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ഇത് എപ്പോഴും ഇടുന്നത്. മൾട്ടി കളർ ആയതുകൊണ്ട് എല്ലാ ഡ്രസ്സിൻ്റെയും കൂടെ ഇടാമല്ലോ. പക്ഷെ എന്താ പറയുക, അത് കളറൊക്കെ. ഇത് സ്റ്റഡ് ബാലാനുമാൻ്റെ സമയത്തെ ആട്ടോ, സ്റ്റോറേജ് ഫുള്ളായതാണ് കട്ട് ചെയ്തത്. പിന്നെ ഇത് എനിക്ക് കട്ട് റൂമിൻ്റെ സമയം തേജസിൻ്റെ അമ്മാമ്മ അല്ലേ, തേജസിൻ്റെ അമ്മാമ്മ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇയറിങ്സോ ഒക്കെ തരുമായിരുന്നു കേട്ടോ. അപ്പം ആൻറ്റി തന്നതാട്ടോ. അമ്മാമ്മയെന്ന് പറയുമ്പോൾ എൻ്റെ അമ്മാമ്മയാണ്. അത് തന്നെ. പിന്നെ ഇത് നമ്മള് മേടിച്ച ഓൺലൈനിൽ നിന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് വാങ്ങി. ഇതിപ്പോ നീ വിഷുവിന് സാരിയുടെ കൂടെ ഇട്ടായിരുന്നു, ആതിരയുടെ അവിടെ സാരി. അത് തന്നെ പച്ച സാരി അല്ലായിരുന്നു അപ്പൊ ഇട്ടതാട്ടോ. ഇത് നല്ല കമ്മല. പിന്നെ എന്റെ മൂക്കുത്തി വെച്ചിട്ടുണ്ട്. ഞാൻ ഈ സ്റ്റേറ്റിനൊക്കെ ഉപയോഗിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഏറ്റ സ്വഭാവമായിട്ടല്ല, മെമ്മറീസ് ഉള്ളി. ഓക്കെ ഗായ്സ്, അപ്പൊ നമുക്ക് അടുത്തത് കിടക്കാം. അടുത്തത് കുറെ ഇങ്ങനത്തെ റിങ്സ്, എല്ലാ കളറും ഉണ്ട്. ഈ മഞ്ഞയുണ്ട്, പിന്നെ ഒരു ലെമൺ യെല്ലോ ഉണ്ട്, റെഡ് ഉണ്ട്, പിങ്ക് ഉണ്ട്, ഒരു നേവി ബ്ലൂ. ഇതൊരു പാക്കറ്റായിട്ട് വാങ്ങിച്ചതാണ്. ഇനിയുണ്ട്, കളഞ്ഞു പോയി. ഇത് ഞാൻ ഇടാറില്ല, അമ്മ തന്നെ മാറ്റി ഇടും. ഇത് ഈ വട്ടത്തെ ബർത്ത്ഡേക്ക് വാങ്ങിച്ചതാ. 2 വാങ്ങിച്ചു. ഈ പൂ ഇട്ടപ്പോ ഇങ്ങനെ താന്ന് കിടക്കും. അപ്പൊ പിന്നെ നമ്മൾ പോയി ഈ കമ്മല് വാങ്ങിച്ചു. അങ്ങനെ ഇതാ ഇട്ടിരുന്നത് ആ പൂ. പക്ഷെ എന്ത് വില, നമ്മൾ എവിടുന്ന ട്രെൻഡ്സിന്നോ മാക്സിമം നമ്മൾ വാങ്ങിച്ച 300 സംതിങ് ആയി. യൂസ്ലെസ്. ഇത് നമ്മൾ ജയ്പൂരിന്ന് വാങ്ങി. എന്തമ്മ ഞങ്ങള് ജയ്പൂരിന്ന് വാങ്ങിച്ചു. ഐ മീൻ ദാറ്റ് കമ്മൽ. ഇത് ഓർമ്മയില്ല. ഇത് എന്റെ ഒരു ലാവണ്ടർ ധാവണിയുടെ കൂടെ മേടിച്ചതാ. എന്റെ നിന്റെ കണ്ടോ? ആരൊന്നും വിചാരിക്കില്ല ഞങ്ങളിങ്ങനെ എടാ കൊട്ട കൂട്ട ബന്ധം കണക്ക. ഇത് അറിയാമേ, ഞാൻ ഇപ്പൊ എനിക്ക് വലിയ ഓർമ്മയില്ല. പെട്ടെന്ന് സ്റ്റോറേജ് ഫുള്ളാവും. ഇത് പിന്നെ ചപ്പാത്തി പല കണക്കത്തെ ഒരു സാധനമാണ്. ഇത് ഓൺലി കട്ടറുമ്പ് പണ്ടത്തെ കുഞ്ഞിന്റെ പകുതി മുക്കാലും പണ്ടത്തെ കമ്മല. ഇപ്പൊ ഇരിക്കുന്ന ഒന്നുമില്ല. നമ്മൾ ഇയറിങ്സ് മേടിക്കാറില്ല അധികം. ഞാൻ യൂസ് ചെയ്യാറില്ല. ഞാൻ എപ്പോഴും കാതി കിടക്കുന്ന. എനിക്ക് ഇയറിങ്സ് മാറ്റാൻ താല്പര്യമില്ല, പക്ഷെ ഇടാൻ ഇഷ്ടമാണ്. ചെയ്യുമ്പോ മാത്രം അതാണ് മടി. കണ്ടോ? ഇത് ഓർമ്മയില്ല. ബാലഹനുമാനി വെച്ച് തന്നെ ഒരു ലാച്ചല്ലേ മ്യൂറൽ വർക്കിന്റെ അവര് ചെയ്തു തന്നതാ. മ്യൂറൽ വർക്കിന്റെ ഒരു കൃഷ്ണന്റെ അത് അവർ ചെയ്തത്. അത് രണ്ടാമത് തന്നെ ചെയ്തു തന്നതാ. ഞാനിട്ട് കണ്ടിട്ടുണ്ടോ? ഇട്ടിട്ടില്ല. നമ്മൾ വച്ചിരിക്കുക കണ്ടോ? ഇത്രയും വലുത്. അത് അവർ ഗിഫ്റ്റ് ആയിട്ട് ഈ ഒരു സെറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇത് അടച്ചു വെക്കട്ടെ. ഇപ്പൊ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ എത്ര നേരം എടുത്ത് ഇത് വൃത്തിയാക്കിയെന്ന് അറിയാവോ? ഇനി ഞാൻ ഒരു ഇതായിട്ട് കാണിച്ചു തരാം. അത് കാണിക്കല്ല, അപ്പൊ ഇവരിത് കാണും. ഇത് എന്റെ പുത്തൻ കുർബാനയ്ക്ക് വാങ്ങിച്ചത്. ഇത് നല്ല വിലയുള്ള പാല്. ഇത് ഞാൻ ഈ ഒന്നില്ല ഗൈസ്, വാങ്ങിച്ചാണ്. കണ്ട എവിടം വരെ പോയി? എറണാകുളം വരെ പോയി. ഇത് ഈ വട്ടം ടൂറിന് പോയപ്പോ അതിൻ്റെ കൂടെ ഇടാൻ വേണ്ടിട്ട് വാങ്ങിച്ചതാ. ഇത് അമ്മയ്ക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് ക്രിസ്മസിന്. ഒരു സെറ്റ് സാരിയും അതും ഇതൊക്കെ ആയിട്ട് അതിൻ്റെ കൂടെ കിട്ടിയ കമ്മല. ഇത്
ഞാൻ പറഞ്ഞില്ലേ മറ്റേ ഞങ്ങൾ കൂടെ വന്ന കമ്മല് ആ ചേട്ടന്റെ കല്യാണത്തിന് ഇടാൻ വാങ്ങിച്ച കമ്മല ഇത്. ഡ്രസ് കൊളമായി പോയി. അങ്ങനെ രാവിലെ പോയി ട്രെൻഡ്സിൽ നിന്ന് എന്തൊക്കെയോ സ്കേർട്ടും ഒരു ഷർട്ടും വാങ്ങിച്ചു. പിന്നെ ഞാൻ എന്റെ വിഷ്ണു ചേട്ടന്റെ കല്യാണത്തിനാണ് ഇത് ഇടുന്നത്. അപ്പൊ അതാണ് അത്. വലിയ കമ്മലായോണ്ട് അത് ഞാൻ സ്പേസ് ഇട്ടിട്ടില്ല. അതെല്ലാം അരങ്ങേറ്റത്തിന്റെയാണ്. ഈ നീട്ടമുള്ള കമ്മല് ബർത്ത്ഡേക്ക് കിട്ടിയത്. ഇത് അമ്മയുടെ അരങ്ങേറ്റത്തിന് ഞാനൊരു ലഹങ്കയല്ല പട്ടുപാവാട കണക്ക് തയ്പ്പിച്ചായിരുന്നു. അപ്പൊ അതിന് ഇട്ടതാ. ഇത് ഞങ്ങള് സ്മാർട്ടിൽ പോയപ്പോ ഇത് വരെ ഇട്ടിട്ടില്ല. അവിടെ പൊടി പിടിച്ചത്. ഇത് അമ്മ ഗിഫ്റ്റ് കിട്ടിയതാ. എന്റെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് ഓർമ്മ ഉണ്ടാവാ ഇല്ല. ഓക്കെ. അപ്പൊ ഇത് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാ. ഈ ലാസ്റ്റ് അടക്കം എന്താ ചെയ്യാൻ. ഇതിലൊക്കെ ഇച്ചിരി പുതിയതാട്ടോ. ഇത് ഗിഫ്റ്റ് കിട്ടിയതാ. ഇത് നമ്മൾ വാങ്ങിയതാണോ? അത് മേടിച്ചതാ. ഇത് വാങ്ങിച്ചതാ ഞങ്ങൾ. ഇത് അതെനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാ. അല്ലല്ലോ, നീ എവിടെ തിരുവാതിര ഉണ്ടാ ചെയ്യാൻ എവിടെ പോയപ്പോ അങ്ങോട്ട് കിട്ടിയതാ. ഇത് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാ. എന്റെ ഫ്രണ്ട്സ് തന്നെ. ഇതൊക്കെ ഇതാണ് നിങ്ങളുടെ അരങ്ങേറ്റം. അല്ല അത് വേറെ മറ്റേത് മേടിച്ചത്. ഇത് ആദ്യം മേടിച്ചതാ ഞങ്ങൾക്ക്. ഇത് ഏതോ ഒരു കമ്മലിന്റെ ഓർക്കസ്ട്ര പ്രാക്ടീസിന് ഇട്ടതാ ജിമുക്ക ചെറിയ. ഇത് വേറൊരു റിങ്. ഇത് കറുപ്പ് റിങ്. ഇതാണ് ഞാൻ പറഞ്ഞ ബുദ്ധൻ. ആൻസറിനില്ലതാണ്ട ജയ്പൂർ ബുദ്ധൻ. ഇവിടുത്തെ അല്ല, അവിടുത്തെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഫേവറേറ്റ്. ഇതൊക്കെ ഇട്ടിട്ട് പോകും. അതാ എനിക്ക് രമ്യ ചേച്ചി എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഇത് രണ്ടും പിന്നെ ഇത് രണ്ടും രമ്യ കൊറേ കമ്മൽ ഈ ബർത്ത്ഡേക്ക് രമ്യ ചേച്ചി കൊറേ കമ്മലും കൊറേ സാധനം ഈ ബർത്ത്ഡേ ആകുന്നു ഗൈസ്. ഓഗസ്റ്റ് 20 ഗിഫ്റ്റ് അയക്കേണ്ടവർക്ക് അയക്കാൻ ഞാൻ തടസ്സം പറയത്തില്ല. അപ്പം ഇത് നമ്മൾ ജയ്പൂർ പോയപ്പോൾ വാങ്ങിച്ചത്. നല്ല വിലയുണ്ട്. ആകെ ഒരു ഇത്രയുള്ള സാധനവും നല്ല വിലയായിരുന്നു. ഇതൊക്കെ എനിക്ക് ബർത്ത്ഡേക്ക് ഫ്രണ്ട്സ് തന്നത്. ഇതൊക്കെ ഞങ്ങൾ വാങ്ങിച്ചത്. ഇത് രണ്ടും ഈ വലുത്. ഇതൊക്കെ രമ്യ ചേച്ചി ഗിഫ്റ്റ് തന്നതാണ്. എല്ലാ കളറും തന്നു രമ്യ ചേച്ചി. എനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇത്രയാണ് എൻ്റെ ഇയറിംഗ് കളക്ഷൻസ്. ഞാനിതിങ്ങനെ പുറത്തായിട്ട് ഇങ്ങനെ ഇത് 4 സെറ്റ്. പിന്നെ ഈ ഒരു ഫുൾ ബോക്സ്. പിന്നെ എൻ്റെ കാതിൽ കിടക്കുന്ന ഈ കമ്മൽ. ഇത് ഇത്രയും വലിയ കമ്മല. അടുത്ത് വന്നാലേ കാണാൻ പറ്റത്തുള്ളൂ. അത്രയ്ക്ക് വലുതാ. അപ്പൊ ഇത്രയാണ് എൻ്റെ ഒരു ഇയറിംഗ് കളക്ഷൻസ്. ഇത്രേ ഉള്ളൂ. കാരണം നമ്മളധികം ഒന്നും ഉപയോഗിക്കാറില്ല. ഞാൻ കൂടുതൽ കാട്ടി കിടക്കുന്ന പിന്നെ ഡാൻസിനൊക്കെ പോകുമ്പോൾ അവരല്ലേ ചെക്കായിരുന്നത്. എന്തൊന്നും ഇതൊക്കെയാണ് എൻ്റെ ഇയറിംഗ് കളക്ഷൻസ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെ കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ ഇനി എന്തെങ്കിലും റിക്വസ്റ്റഡ് വീഡിയോസ് ഉണ്ടെങ്കിൽ പറയണം, നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ.